എന്താ ഇവിടെ? 5 മണിക്ക് രാധിക ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് വരാന്ന് പറഞ്ഞോ? ഫോൺ ചെയ്തിരുന്നു. 3 മണി മുതല് ഞാനിവിടെ കാത്തിരിക്കുക. എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്നോടങ്ങനെ പറയായിരുന്നില്ലല്ലോ. എന്ത് തടസ്സം ഉണ്ടായാലും മനസ്സുണ്ടെങ്കിൽ വരുമായിരുന്നു. അച്ഛൻ വിചാരിക്കണ പോലെ ഞങ്ങൾ തമ്മിൽ പിണക്കൊന്നുമില്ല. വഴക്കൂടി പോന്നതല്ലേ. രാധയ്ക്ക് വിഷമം കാണും. വിളിച്ചാൽ വരാതിരുന്നാലോ എന്ന പേടിയാ എനിക്ക്. അച്ഛൻ പറയണം എനിക്കൊരു വിരോധവും ഇല്ലെന്ന്. രാധിക വരികയാണെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോരാമെന്ന്. കണ്ണാ, നിന്നെ ആരോ കബളിപ്പിച്ചാണ്. അവള് നിന്നിൽ നിന്നും വളരെ ദൂരത്ത് പോയിരിക്കുന്നു. ഇനി അടുപ്പിക്കണമെങ്കിൽ അവിടുന്ന് തന്നെ തീരുമാനിക്കണം. കേശുവൈദ്യര് നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല. ആ, നിന്നോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് അങ്ങേർക്ക് തോന്നിയിട്ടുണ്ടാവും. തുളസിക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇലക്ട്രിസിറ്റി ഓഫീസിലെ ലൈൻമാനാത്രേ. അവര് തുളസിയെ കണ്ടിരിക്കുന്നു. ആ, ഒരു കാര്യം അമ്മയോട് പറയാൻ മറന്നു. രാധിക ടെലിഫോൺ ചെയ്തിരുന്നു. ഫോണിൽ പറഞ്ഞ അനുസരിച്ച് ഞാൻ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ രാധിക ഉണ്ടായില്ല. ചെന്നു പെട്ടത് അച്ഛന്റെ മുമ്പിൽ. എങ്ങനെ ഉണ്ടാവും? ഈ ഒരു ഒറ്റ വിചാരമുള്ള നിനക്ക് നാണല്ലോ. ടെലിഫോൺ ചെയ്തപ്പോഴേക്കും ഓടിപ്പോയത്രേ. ആണുങ്ങളെ പോലെ പെരുമാറണം. ഒന്നിലെ പോയി കൂട്ടിക്കൊണ്ടുവരണം, അല്ലെങ്കിലേ അവളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് കത്തെഴുതണം. അമ്മ ഇത് നേരത്തെ പറയാത്ത എന്താ? ഞാൻ കത്തെഴുതുമായിരുന്നല്ലോ. ഈ രാധിക വരുന്ന മാത്രമാണ് നിനക്ക് വലിയ കാര്യം. സ്വന്തം അനിയത്തിക്ക് വിവാഹം ആലോചിക്കുന്ന കാര്യം പറയുമ്പോഴാ. അതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അത് തീരുമാനിച്ചു കഴിഞ്ഞല്ലേ. ഹരി റെഡിയായിട്ട് നിൽക്കുക. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഹരിക്കൊരു ജോലി കിട്ടിയിട്ട് എപ്പം നടക്കാനാ? ഇപ്പൊ വന്നിരിക്കുന്ന ആൾക്ക് ശീതനവും പണ്ടും ഒന്നും വേണ്ടെന്നാ പറയുന്നത്. കണ്ണാ, ഇത് ഉറപ്പിക്കുന്നതാ ബുദ്ധി. ഒരു മിനിറ്റ്. ഇതിലടിക്കുന്ന കാറ്റ് മുഴുവൻ എങ്ങോട്ട് പോകുന്നു? എന്താ ഹരിയേട്ടന്റെ ഭാവം? ഇതും പൊക്കിയെടുത്ത് കുമാരേട്ടന്റെ സൈക്കിൾ ഷോപ്പിൽ കൊണ്ടുപോയി പഞ്ചർ ഒട്ടിക്കുക. തമാശ കള ഹരിയേട്ടാ. എന്റെ കല്യാണം ഉറപ്പിക്കുന്നു തോന്നുന്നത്. അത് നല്ല കാര്യമല്ലേ? ഞാൻ കാര്യമായിട്ട് പറയാ. ഞാൻ അറിഞ്ഞു തുളസി, പക്ഷേ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഞാൻ സമ്മതിക്കില്ല, തീർച്ച. ഞാൻ ഇങ്ങോട്ട് ഓടി വരും. ഇങ്ങോട്ടോ? ഇവിടെ ഞാൻ തന്നെ ഒരു അധികം പറ്റാ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? നീ ആ കല്യാണത്തിന് സമ്മതിക്കണം. ഹരിയേട്ടന് ഒരു സ്നേഹമില്ല. ഒരു കൊട്ടയ്ക്കുണ്ടത്. വെറുതെ കിട്ടുന്ന സാധനമല്ലേ, അതുകൊണ്ട് എന്താ കാര്യം? എന്നാ നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാം. നീണ്ട കഥകളിലെ ഡയലോഗാ നീ കാച്ചണത്. എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാ. പട്ടിണി കൊണ്ട് നട്ടം തിരിയുമ്പോ ഈ സ്നേഹമൊക്കെ പറ്റും. എന്നിട്ട് എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവും. അതാ ആഗ്രഹം. എന്റെ തുളസി, ഇതൊക്കെ കഥകളിലേ നടക്കൂ. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ ഹരിയേട്ടന് ഒരു ദുഃഖമില്ലേ? ഹരിക്ക് ആകെയുള്ള സ്വത്തുക്കൾ അത് രണ്ടുവാ, സ്നേഹവും ദുഃഖവും. അതിൽ സ്നേഹം ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കും. പക്ഷെ ദുഃഖം അതെനിക്ക് വേണം. എന്ന് വെച്ച് നീ വിചാരിക്കണ പോലെ നീ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനമൊന്ന് വേലിക്കലെന്ന് പാടുമൊന്നുമില്ല. എന്റെ തുളസിക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. കരയ, ഈ കല്യാണം നടക്കട്ടെ പെണ്ണെ. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെയാ. കല്യാണം നിശ്ചയിക്കുമ്പോ ഒരു തേങ്ങല്, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ താനേ മറക്കും. നാളെ ഭർത്താവ് ഒത്ത് ഒരു കുഞ്ഞിനെ ഒക്കത്തെടുത്ത് ഈ വഴിയിലൂടെ പോകുമ്പോ ഞാൻ ഈ വേലിക്കരിയിൽ നിന്നാലും നീ തിരിഞ്ഞു നോക്കില്ല. തുളസി പൊയ്ക്കോ. ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ശരിയല്ല. ഈ ഒരു കാര്യത്തിൽ അസൂയുള്ളവരാ ഞങ്ങൾ ആണുങ്ങൾ. അവരെത്ര പെണ്ണുങ്ങളുടെ പുറകെ പോയാലും ഭാര്യ പതിവ്രതയായിരിക്കണം നിർബന്ധമുണ്ട്. ഇനി ഇതെങ്ങാനും അറിഞ്ഞാ അത് മതി പരാക്രമം കാണിക്കാൻ. മോള് പൊയ്ക്കോ. നിന്നെ പിരിഞ്ഞുകൊണ്ടുള്ള ഒത്തുതീർപ്പിന് അയാൾ സമ്മതിക്കൂ? സമ്മതിക്കുന്ന ചേട്ടൻ പറഞ്ഞത്. എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല. അന്ന് ബാങ്കിൽ വെച്ച് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അയാളുടെ കാര്യം പാത്തറ്റിക്കാ. അപ്പൊ എന്റെ കാര്യോ? ഞാൻ ഒരു സിമ്പതി അർഹിക്കുന്നില്ലേ?
തെറ്റൊക്കെ എനിക്കുണ്ട് ഫീലിങ്സ്. സോറി രാധയെ, ഞാൻ അത് ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. ഒരു വിധത്തിൽ അയാൾ നിനക്ക് മാച്ചല്ലെന്നും അറിയാം. എന്നാലും അയാളുടെ സ്നേഹം ശരിയാ, എന്നോട് വലിയ സ്നേഹ. പക്ഷെ ഞാനത് എങ്ങനെയാ പറയാ? ആ സ്നേഹം എനിക്ക് ശാപമായിട്ടാ തോന്നുന്നത്. അച്ഛൻ ഉറങ്ങുന്നില്ലേ? നീ ഉറങ്ങുന്നില്ലേ? മോള് പോയി ഉറങ്ങിക്കോ. നാളെ വക്കീലിനെ കാണാൻ പോണമെന്നല്ലേ മാധവൻകുട്ടി പറഞ്ഞിരിക്കുന്നേ. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അച്ഛാ? മോക്കങ്ങനെ തോന്നിയോ? തെറ്റെന്ന് തോന്നുന്ന ഒന്നും ചെയ്യരുത്. ചെയ്താൽ മനസ്സ് നമ്മുടെ ശത്രുവാകും. മനസ്സിനെ മാറ്റി നിർത്തിയ നാം ചെയ്യുന്ന എല്ലാം ശരിയാണ്. മോള് സമാധാനമായിട്ട് പോയി ഉറങ്ങിക്കോ. പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പൊരുത്തപ്പെടാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചതാ. പക്ഷേ സാധിക്കുന്നില്ല. കണ്ണന് രാധികയോട് വലിയ സ്നേഹാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. സ്നേഹാണ്, പിന്നെ ഒന്നുമില്ല. വിവാഹത്തെക്കുറിച്ച് ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം മോഹങ്ങൾ കാണും. എല്ലാരും കൂടെ തകർത്ത് കളഞ്ഞത് അതായിരുന്നു. രാധികയുടെ ഭാഗ്യം ഞാൻ തട്ടിത്തെറിപ്പിച്ചും തോന്നുന്നുണ്ടോ? യു ആർ സേവ്ഡ്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. ഒരു പെൺകുട്ടി സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള ഒരു ദാമ്പത്യമാണ് എനിക്ക് വീണ് കിട്ടിയെന്ന് അച്ഛൻ പറയാറുണ്ട്. രാകേഷിനെല്ലാം ഉണ്ട്. സുന്ദരൻ, സമ്പന്നൻ, കാറ്, ബംഗ്ലാവ്, ഒരു പെൺകുട്ടി മോഹിക്കുന്ന എല്ലാം. ബട്ട് ഹീസ് നിയർ എ കമ്പ്യൂട്ടർ. അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവർക്കും എന്ന് സമാധാനിക്കുക. എല്ലാം അറിഞ്ഞപ്പോ ഒന്ന് സംസാരിക്കണം തോന്നി. ഇനി രാധികയുടെ ഇഷ്ടം. ബന്ധം വേർപ്പെടുത്തിയ വേറെ വിവാഹം കഴിക്കോ? കഴിക്കണം. ഇല്ലെങ്കിൽ ചേട്ടൻ കഴിപ്പിക്കും. രാധികയ്ക്ക് യോജിച്ച ആളെ തന്നെ. മനപ്പുറത്ത് എന്നൊക്കെ പറയുന്നത് ലോട്ടറി അടിക്കുന്ന പോലെയാ. ഒത്താ ഒത്തു. ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ആളെ ഇഷ്ടപ്പെടുക. ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. ദുഷ്ടൻ. ഇവിടെയാണ് രക്തം തളം കെട്ടിക്കിടന്ന സ്ഥലം. ശ്രീകരം. രാത്രി പേൻ നോക്കുന്ന ലക്ഷണക്കേടാ കമലു. ടി വി കണ്ട ആ പേമ്പോണ മരുന്ന് വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങാത്തത്? ടി വിയിൽ കാണുന്നൊക്കെ വാങ്ങിക്കൂട്ടാൻ ഞാൻ പാലക്കാട്ടുകാരൻ പലചരക്ക് കച്ചവടക്കാരനല്ല. PWDയിലെ UDC ആണ്. എന്റെ കാശില്ല. ആരോ ബെല്ലടിക്കുന്നു. എന്താ ഹരി നേരത്ത്? പറയാം. ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യമുണ്ട്. അല്ല, കമലും പിള്ളേരും ഒറ്റയ്ക്കേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത്. ഓഹോ. കമലു വാലടച്ചേരെ. എങ്ങോട്ടാ ഈ നേരത്തെ? ഞങ്ങൾ കേട്ടോളൂ. വലിച്ചു കിടന്നപ്പോ അവനോ ബുദ്ധിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോകുമായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും എന്റെ പെങ്ങൾക്കൊരു ജീവിതം വേണം. കണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും. ശരിയാ. കോടതിയും കേസൊന്നുമില്ല തീരുന്നെങ്കിൽ അതല്ലേ നല്ലത് ഹരി. ഇത് രാധികയുടെ തീരുമാനമാണോ? അതെ, അവൾ ഒപ്പിടാൻ തയ്യാറാണ്. അവൾക്ക് വേണ്ടെങ്കിൽ കണ്ണനും വേണ്ട. അതാണ് ബുദ്ധി. തീയതി നിശ്ചയിച്ചിട്ട് ഞാൻ അറിയിക്കാം. ജീവൻ പോയാലും അവന് ഇതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ?
അതിനും ഉണ്ടടാ ഒരടവ്. ഒരടവ് അടവെടുത്തെടുത്താണ് അവൻ അടി തെറ്റി വീണ് കിടക്കുന്നത്. പിന്നെ കൊണ്ടുവന്ന അടവ്. മിണ്ടരുത്. എന്തെയാണെന്ന് എനിക്കറിയാം. എന്തൊരു തള്ളലാണിത്? വിളിക്കടാ. അതെ, എന്റെ തൊണ്ടക്ക് നല്ല സുഖമില്ല, കഫം. ആവശ്യമില്ലാതെ വിളിച്ചുപദ്രവിക്കാൻ നിന്റെ തൊണ്ടയ്ക്ക് കുഴപ്പമില്ല. ആവശ്യം വന്നപ്പോ നിന്റെ തൊണ്ടേ കഫം. വിളിച്ചില്ലേ നിന്റെ ശവം. ശവം വേണോ കഫം വേണോ? ശവം അല്ല, കഫം. ശവം അല്ല. വിളിക്കടാ. വിളിക്കാമേ. കഫം പോയോ? പോയി. ഹലോ ഹലോ, കണ്ണനല്ലേ? ആരാ? കണ്ണന്റെ മിസ്സിസാ, രാധിക. എന്താ രാധികത്? എത്ര നേരം ഞാനന്ന് കാത്തു നിന്നത്? അച്ഛനൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞു, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ കണ്ണേട്ടാ. കണ്ണേട്ടൻ വിളിച്ചാ ഞാൻ കൂടെ വരാം. ഞാനിപ്പ വരാം. ഇപ്പൊ വരാന്ന്? ഇപ്പൊ വരണ്ട, അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വരാം. അയ്യോ, ഇപ്പൊ വരണ്ട, അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വന്നാ മതി. ഞാൻ കാത്തിരിക്കും. ഞായറാഴ്ച വരെ ആക്കണോ രാധികെ? എന്താ കണ്ണേട്ടാ ഇത്ര ധൃതി? ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ, ഒരു 10 ദിവസം കൂടെ കാത്തിരുന്നാൽ എന്താ? കള്ളൻ. ഞാനേ ഇനി ഒന്നും പറയണ്ടേ? ഒന്നും പറയണ്ട. അല്ല, നീ എങ്ങോട്ടാ രാവിലെ? ഇഷ്ടമുള്ളിടത്തേക്ക്. എന്നാ ഞാനും കൂടെ വരാം. വേണ്ട. നീ ഷർട്ട് ഇപ്പൊ വാങ്ങി? സൗകര്യമുള്ളപ്പോ. നീ പുതിയതൊന്നും വാങ്ങിയില്ലേ? നിന്റെ ഒരു പഴയ ഷർട്ട് ഞാൻ എടുത്തോട്ടെ? വേണ്ട. എടാ, എനിക്ക് ആകപ്പാടുള്ളത് നീ തന്നെ പഴയ ഷർട്ടാ. ഒരെണ്ണം ഞാൻ എടുക്കും. നാണമില്ലാത്തടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ, നീ എന്തിനാ എന്നോട് വിളിക്കുന്നത്? നീ രാധിയെ കാണാൻ പോവല്ലേ? അത് ശരി. അപ്പൊ വീണ്ടും എന്തെങ്കിലും ഉടക്കുണ്ടാക്കാനുള്ള പുറപ്പാടാണല്ലേ? നിങ്ങൾ നന്നായിരിക്കണമെന്ന് തന്നെയാടാ എനിക്ക്. അതായത്, അല്ല, ഞാൻ പറയുന്നതേ, ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ രാധികയുടെ വീട്ടുകാര്, അത് അവനവൻ ഓരോ വിലയുണ്ട്, അത് കളയരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. കണ്ണാ, നീ ഷൂസ് ഇട്ടത് മാറിപ്പോയി. അറിയാം, ഞാൻ മനഃപൂർവ്വം തിരിച്ചിട്ടിരിക്കുന്നതാ. എടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാനും കൂടെ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഹരി, മോനെ, നമ്മുടെ തുളസിക്ക് ഞാൻ അറിഞ്ഞു അമ്മേ. കുട്ടിക്കാലം മുതലേ ആഗ്രഹിച്ചതാ തുളസിയെ. നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ നടക്കണമെന്നുണ്ടോ അമ്മേ? ഞാനും ഒരു അത്താഴപ്പട്ടിണി. ഇത് നല്ല ബന്ധാ. ഇലക്ട്രിസിറ്റിയിലെ ലൈൻമാൻ എന്നൊക്കെ പറഞ്ഞ ചില്ലറയാ. ഒരു പ്രദേശം മുഴുവൻ ഇരുട്ടിലാക്കണമെങ്കിൽ അയാൾ മാത്രം വിചാരിച്ചാൽ മതി. ഈ വീട്ടിൽ അയാൾ പ്രകാശം വരുത്തുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ മോനെ. എനിക്കറിയില്ലേ അമ്മേ, വിശക്കുമ്പോ ഒരു നേരത്തെ ചോറ് വേണമെങ്കിൽ ധൈര്യമായിട്ട് കയറി വരാൻ പറ്റുന്നത് ഈ വീടാ. ആ കൂറ് എനിക്ക് എന്നും ഉണ്ടാവും. കാശൊഴിച്ചുള്ള എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. തുളസിയുടെ കല്യാണം നമുക്ക് പൊടി പൊടിക്കാമേ. എന്താ ഒന്നും പറയാത്തത്? നമുക്കിറങ്ങാം. ആ, ഇറങ്ങാൻ വരട്ടെ. വിളിപ്പിച്ചത് ഞാനേ. ഇരിക്കെ. അച്ഛനെവിടെ?
കാര്യങ്ങളെല്ലാം അഡ്വക്കേറ്റ് പറയും. മിസ്റ്റർ കണ്ണൻ, ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളം എത്തി. ഇനി കോടതിയിലേക്കും പ്രശ്നങ്ങൾ വലിച്ചെടുക്കണോ? കണ്ണൻ ഇതിലൊരു ഒപ്പിട്ടേക്കോ? എന്താ ഇത്? നിങ്ങളുടെ ബന്ധം സ്വമേധയാ വേർപെടുത്താൻ സമ്മതിച്ചുകൊണ്ടുള്ള കരാറാണ്. ഒപ്പിട്ടോളൂ. രാധിക ഇതിന് സമ്മതിച്ചോ? അവള് തന്നെയാ മുൻകൈ എടുത്തിരിക്കുന്നത്. എന്നാൽ എനിക്ക് സമ്മതമല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവൾക്ക് നിന്നെ വേണ്ടെങ്കിൽ അതുകൊണ്ട് രാധിക എനിക്ക് വേണ്ടെന്ന് അർത്ഥമുണ്ടോ? വീണ് കിട്ടിയ ഭാഗ്യം കൈയൊഴിയാനുള്ള മടിയാണല്ലേ? സാരമില്ല, എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. പണമോ? അതുകൊണ്ട് ബന്ധങ്ങൾ ചേർക്കാനും പിരിക്കാനും പറ്റുമോ? എന്റെ കയ്യിൽ അതില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഈ ബന്ധം പിരിക്കാതിരിക്കാൻ വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ അങ്ങോട്ട് തരാം. ഇന്ന് ഞാൻ എന്താ ഇത്? അവള് പറഞ്ഞ പറഞ്ഞാൽ നീ അനുസരിക്കില്ല. മാധവൻകുട്ടി, എന്റെ പെങ്ങളെ മാത്രം നിനക്ക് കിട്ടിയല്ലോടാ വാട്ടി. നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്തവരുമായിട്ടുള്ള ബന്ധം എന്തിനാ കണ്ണാ നിനക്ക്? കളഞ്ഞിട്ട് വാടാ. വലിയ പണക്കാരനാണ് ഇയാള് പൂവിട്ട് പൂവിച്ചേനെ. നീ വാടാ. ഇതിൽ ഒപ്പിടാതെ നീ പഠിക്ക് പുറത്തു പോവില്ല. മനുഷ്യന്റെ രൂപം ഉണ്ടല്ലോ സാറേ, പിന്നെ എന്താ മൃഗത്തിന്റെ സ്വഭാവം? പേടിപ്പിക്കണ്ട, ഒപ്പിട്ട് കൊടുത്തേക്കടാ. അച്ഛനതി പങ്കിലടാ, ഒപ്പിട്ട് കൊടുത്തരും മോനെ. എന്റെ മോക്ക് ഒരു നല്ല ബന്ധം ഉണ്ടാവുന്ന മണക്കോട്ട കിട്ടി. നിന്റെ ഭാര്യയാകാനുള്ള ഭാഗ്യമൊക്കില്ലാതെ പോയി. കാരണം നിന്നെ ഞാൻ മനസ്സിലാക്കിയ പോലെ എന്റെ മകളെ മനസ്സിലാക്കിയില്ല. ഈശ്വരൻ കൂട്ടിച്ചേർത്ത ഈ ബന്ധം വേണ്ടെന്ന് വെക്കുന്നത് പാപമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ എനിക്കെങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. എടാ മാധവൻകുട്ടി, വാടാ, വാ.
ഓ